ശ്രീധരമേനോൻ്റെ ഇന്ത്യാ ചരിത്രം. അധ്യായം 1. പ്രാചീന ഇന്ത്യാ ചരിത്രത്തിൻ്റെ പ്രാധാന്യം. പ്രാചീന ഇന്ത്യാ ചരിത്ര പഠനം ഏത് കാഴ്ചപ്പാടിൽ കൂടി നോക്കിയാലും പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പുരാതനത്വവും വൈവിധ്യവും കൊണ്ട് ലോക ജനതയുടെ തന്നെ സവിശേഷ ശ്രദ്ധ ആർജിച്ചിട്ടുള്ള സമ്പന്നമായ ഒരു സങ്കലിത സംസ്കാരത്തിൻ്റെ വികാസ ചിത്രമാണ് ഈ പഠനം കാഴ്ചവെക്കുന്നത്. ഭാഷ, സാഹിത്യം, കല, മതം, തത്വചിന്ത, രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതി, സമ്പദ്ഘടന എന്നീ എല്ലാ മേഖലകളിലും പ്രാചീന ഇന്ത്യ അതിൻ്റെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സാംസ്കാരിക പൈതൃകം. പ്രാചീന ഇന്ത്യക്കാർ എഴുത്തും വായനയും അഭ്യസിച്ചിരുന്നു. ചില ലിപികളും ഭാഷകളും അവർ വളർത്തിയെടുത്തു. സാഹിത്യം, കല എന്നീ രംഗങ്ങളിൽ അവർ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു. ഋഗ്വേദമാണ് ലോകത്ത് അറിയപ്പെടുന്ന ആദ്യത്തെ സാഹിത്യകൃതി. സംസ്കൃത ഭാഷ വളർത്തിയെടുക്കുക വഴി പ്രാചീന ഭാരതം മാനവ സമുദായത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കി. ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും സംസ്കൃത ഭാഷയോട് കടപ്പാടുണ്ട്. ഭാരതീയ ഇതിഹാസ കൃതികളായ രാമായണവും മഹാഭാരതവും വിശ്വ സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകളാണ്. ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറം ഇന്തോനേഷ്യ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇവയ്ക്ക് പ്രചാരം ലഭിച്ചു. ഇന്ത്യൻ വാസ്തുശില്പകലയും പ്രതിമാശില്പകലയും ഈ രാജ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. കംബോഡിയയിലെ അങ്കോർ വത്തും ഇന്തോനേഷ്യയിലെ ബോറോബുദൂറും ഇതിനുള്ള പ്രത്യേക ഉദാഹരണങ്ങളാണ്. വിവിധ ഘടകങ്ങൾ സമന്വയിച്ച് രൂപം കൊണ്ട ഒരു സാർവജനീന സംസ്കാരം വളർന്നു വികാസം പ്രാപിച്ചു എന്നതാണ് പ്രാചീന ഇന്ത്യാ ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു വസ്തുത. അതിപുരാതന കാലം മുതൽക്കു തന്നെ വിദേശങ്ങളിൽ നിന്ന് വന്ന പല വർഗങ്ങളും മതവിഭാഗങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ ലയിച്ച് ഇവിടുത്തെ സാമൂഹിക ഘടനയ്ക്ക് ശക്തി പകർന്നു. ആര്യന്മാർ, പേർഷ്യക്കാർ, ഗ്രീക്കുകാർ, ശകന്മാർ, കുശാനന്മാർ, ഹൂണന്മാർ, തുർക്കികൾ എന്നിവർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഇവരോരോരുത്തരും തങ്ങളുടേതായ സ്വാംശീകരണ പ്രക്രിയയിലൂടെ ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തെ സമ്പുഷ്ടമാക്കി. ഇന്ത്യൻ സംസ്കാരത്തിന് സവിശേഷ ഓജസ്സും ശക്തിയും കൈവരിക്കാൻ ഇത് പ്രത്യേകം സഹായകമായി. മതസ്വാതന്ത്ര്യം. മതങ്ങളുടെയും തത്വസംഹിതകളുടെയും സംഗമ സ്ഥാനമാണ് ഭാരതം. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖുമതം എന്നിവ ഇവിടെ തന്നെ ആവിർഭവിച്ചു. അതേസമയം സ്വരാഷ്ട്രീയൻ മതം, ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നീ ലോകമതങ്ങൾ പുറത്തുനിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ മതങ്ങളുമായി സഹവർത്തിത്വത്തിലേർപ്പെട്ടു. ഈ പശ്ചാത്തലമാണ് ഇന്ത്യൻ ജനതയെ മതേതര ആദർശങ്ങൾ വളർത്തിയെടുക്കാനും മതസഹിഷ്ണുത ജീവിത വീക്ഷണത്തിൻ്റെയും ജീവിത രീതിയുടെയും അടിസ്ഥാന തത്വമായി സ്വീകരിക്കാനും പഠിപ്പിച്ചത്. എല്ലാ മതങ്ങളും ഒരേ സത്യങ്ങളാണ് ഉദ്ഘോഷിക്കുന്നത് എന്നുള്ള വസ്തുത ഇന്ത്യയിലെ പ്രാചീന വേദഗ്രന്ഥങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നു. ഋഗ്വേദത്തിലെ ഏകം സത് വിപ്ര ബഹുധ വദന്തി എന്ന സൂക്തത്തിൽ നിന്ന് തന്നെ ഇത് സ്പഷ്ടമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്രദ്ധേയമാണ്. എന്നെ പ്രാപിക്കുവാൻ മനുഷ്യർ വിവിധ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഈ മാർഗങ്ങളിൽ കൂടിയെല്ലാം ഞാൻ അവരെ സ്വീകരിക്കുന്നു. മനുഷ്യർ സ്വീകരിക്കുന്ന എല്ലാ മാർഗങ്ങളും ആത്യന്തികമായി എന്നിലേക്ക് നയിക്കുന്നു. ഈ ഉദ്ഘോഷണം വഴി ഭഗവത്ഗീത ഓരോ മതത്തിനും വളർന്നു വികസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ഇത് മതേതരത്വത്തിൻ്റെയും മത സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശമാണ്. അശോകൻ തൻ്റെ ശാസനങ്ങളിലൂടെ നൽകുന്നതും ഇതേ സന്ദേശം തന്നെ. മതസഹിഷ്ണുത എന്ന സങ്കല്പവുമായി ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾ പൊരുത്തപ്പെടാൻ തുടങ്ങുന്നതിന് ശതാബ്ദങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ഈ തത്വം ആവിഷ്കരിച്ചത് എന്നോർക്കണം. നാനാത്വത്തിൽ ഏകത്വം. പ്രാചീന ഇന്ത്യാ ചരിത്രം പഠിക്കുന്നവർക്ക് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം നാനാത്വത്തിൽ ഏകത്വം എന്ന യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമാണെന്ന് കാണാം.
ഇന്ത്യക്കാർ വിവിധ ഭാഷകൾ, മതങ്ങൾ, ആചാരങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നവരാണ്. എങ്കിലും ഇവരെ മാനസികമായും ബുദ്ധിപരമായും കോർത്തിണക്കിപ്പോന്ന ചില കണ്ണികളുണ്ട്. പ്രാചീനകാലം മുതൽക്കേ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഇന്ത്യയുടെ ഐക്യം നമ്മുടെ പുരാണേതിഹാസങ്ങളിലും പ്രാചീന സാഹിത്യകൃതികളിലും അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഈ ഐക്യത്തിന് ശക്തി പകർന്നു. അദ്വൈതം പ്രചരിപ്പിക്കുന്നതിന് ശ്രീ ശങ്കരൻ രാജ്യവ്യാപകമായി നടത്തിയ പദയാത്ര ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. കൂടാതെ മൗര്യ ഗുപ്ത കാലങ്ങളിലെ ഭരണാധികാരികൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഈ ഉപഭൂഖണ്ഡത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൻ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇന്ത്യൻ ഐക്യം എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ പ്രാചീന ഇന്ത്യാ ചരിത്ര പഠനത്തിന് പുതിയ മാനം നൽകുന്നു. ഗണിതം, ജ്യോതിശാസ്ത്രം, ഊർജതന്ത്രം എന്നീ രംഗങ്ങളിൽ പ്രാചീന ഇന്ത്യയുടെ നേട്ടങ്ങൾ ഗണനീയമാണ്. അറബികളുടെ നിന്ന് പറഞ്ഞു വരുന്ന അക്കങ്ങൾ, പൂജ്യം, ദശാംശ രീതി എന്നിവ യഥാർത്ഥത്തിൽ ശാസ്ത്രരംഗത്ത് ഇന്ത്യയുടെ തനതായ സംഭാവനകളാണ്. സാമൂഹ്യ വ്യവസ്ഥിതി. പ്രാചീന ഇന്ത്യാ ചരിത്രം ഇന്ത്യയിൽ യുഗാന്തരങ്ങളായി രൂപം പ്രാപിച്ചു വന്ന പ്രത്യേക സാമൂഹിക വ്യവസ്ഥിതിക്ക് വെളിച്ചം വീശുന്നു. ലോകത്തൊരിടത്തും നിലവിലില്ലാത്ത ജാതി വർണ്ണ വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നു. ഒരവിചാരിതമായ സംഭവമായ ജനനമാണ് ഈ സമ്പ്രദായത്തിലെ നിർണായക ഘടകം. ഇന്ത്യൻ സമൂഹത്തെ പല തട്ടുകളായി പിളർക്കാനും സാമൂഹ്യനീതി നിഷേധിക്കപ്പെടാനും ഇത് ഇടയാക്കി. എങ്കിലും പ്രാചീന കാലത്ത് ഇന്ത്യയിൽ കുടിയേറിപ്പാർത്ത പല വിദേശികളും ഇന്നാട്ടിലേക്ക് ആകൃഷ്ടരാകാനും തൽക്കാലത്തേക്കെങ്കിലും സംഘട്ടനങ്ങൾക്ക് വഴിവെക്കാതെ ഇന്ത്യൻ സാമൂഹ്യ ശ്രേണിയിൽ സ്ഥാനം നേടി എടുക്കാനും ഈ വ്യവസ്ഥ സഹായമായി. ജാതി വ്യവസ്ഥയോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായി ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം വിഭജിക്കുന്ന ആശ്രമ സമ്പ്രദായവും ഉടലെടുത്തു. ഈ 2 സമ്പ്രദായങ്ങൾക്കും കൂടി വർണ്ണാശ്രമ ധർമ്മം എന്ന് നാമകരണം ചെയ്തു. ധാർമ്മിക മൂല്യങ്ങൾ. ജനജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ചെലുത്തിയ സ്വാധീനത്തിലേക്ക് പ്രാചീന ഇന്ത്യാ ചരിത്രം വെളിച്ചം വീശുന്നു. ജീവിത ലക്ഷ്യങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയിൽ ധർമ്മത്തിനായിരുന്നു പരമപ്രാധാന്യം. സത്യത്തോട് പ്രത്യേക ആദരവുണ്ടായിരുന്നതായി നമ്മുടെ പ്രാചീന വേദപുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. സത്യമേവ ജയതേ എന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദർശ സൂക്തം മുണ്ടകോപനിഷത്തിലുള്ളതാണ്. സത്യം വധ ധർമ്മം ചര എന്ന ആപ്തവാക്യവും തൈത്തിരീയ ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും പ്രസക്തിയുള്ളവയാണ് ഈ ആദർശവാക്യങ്ങൾ. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ധന്യമാക്കി പോന്നിട്ടുള്ള മതസഹിഷ്ണുതയും സമാധാന വാഞ്ചയും ഈ പശ്ചാത്തലത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്ന് ഓർക്കണം. ധാർമ്മിക മൂല്യങ്ങൾക്ക് പുറമെ ഭൗതികവാദവും ജനങ്ങളുടെ ജീവിത രീതിയും കാഴ്ചപ്പാടിനെയും സ്വാധീനിച്ചു. ഇന്ത്യയിൽ അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ ഭൗതിക സംസ്കാരത്തിന് രൂപം നൽകിപ്പോന്നു. കൃഷി, കച്ചവടം, വ്യവസായം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രകൃതിദത്തമായ വിഭവ സാമഗ്രികൾ ചൂഷണം ചെയ്യുന്നതിലും ഭദ്രമായ ഒരു സാമ്പത്തിക ജീവിതം വാർത്തെടുക്കുന്നതിലും ഇന്ത്യൻ ജനത വിജയം കൈവരിച്ചു. നഗരങ്ങൾ, ഗ്രാമങ്ങൾ, ജനപദങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ജനജീവിതം കെട്ടിപ്പടുക്കപ്പെട്ടു. സിന്ധു നദീതടത്തിൽ രൂപം കൊണ്ട നാഗരിക സംസ്കാരം ലോക ചരിത്രത്തിലെ തന്നെ അതിപ്രാചീന നാഗരിക സംസ്കാരങ്ങളിലൊന്നാണ്. പ്രാചീന ഇന്ത്യാ ചരിത്രത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. അതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പ്രചോദനം നൽകുന്നവയാണ്. അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഭദ്രതയ്ക്കും ഐക്യത്തിനുമെതിരെ പല വെല്ലുവിളികളും ഉയർന്നു വന്നിട്ടുണ്ട്. ജാതി മത ശക്തികളുടെ കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഈ ഭീഷണി സംജാതമായിട്ടുള്ളത്. ഇതിനെ നേരിടുന്നതിൽ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അന്തർലീനമായിട്ടുള്ള ധർമ്മം, സത്യം, മതസഹിഷ്ണുത എന്നീ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും വലിയ പങ്കാണുള്ളത്.
ശക്തവും സമൃദ്ധവും സന്തുഷ്ടവുമായ ഒരു നവഭാരതം കെട്ടിപ്പടുക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ഇവയെ സംരക്ഷിച്ചു പോരുന്നതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സ്വാമി വിവേകാനന്ദൻ പ്രചാരം നൽകിയ കഠോപനിഷത്തിൽ നിന്നുള്ള ഉത്തിഷ്ഠത ജാഗ്രത എന്ന മുദ്രാവാക്യം ഈ കാലഘട്ടത്തിൻ്റേതു കൂടിയാണ്. അധ്യായം 2. ഭൂമിശാസ്ത്ര ഘടകം. ഓരോ രാഷ്ട്രത്തിൻ്റെയും ചരിത്രഗതിയെ യുഗാന്തരങ്ങളിലൂടെ നിയന്ത്രിച്ചു പോന്നിട്ടുള്ള ഘടകങ്ങളിൽ പരമപ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതാതു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രവും കാലനിർണയശാസ്ത്രവും ചരിത്രത്തിൻ്റെ സൂര്യചന്ദ്രന്മാരെന്നും നേതൃദ്വയമെന്നും മറ്റും വിശേഷിക്കപ്പെടുന്നുണ്ട്. ചരിത്രവും ഭൂമിശാസ്ത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇതിൽ നിന്നും വ്യക്തമാണല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവുമായ ചരിത്രഗതിയെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും പ്രകൃതിദത്തമായ സവിശേഷതകളും എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഇന്ത്യാ ചരിത്ര വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഭൂമിശാസ്ത്രപരമായ നില. ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിപ്പം കൊണ്ട് 7ാം സ്ഥാനവും ജനസംഖ്യയിൽ 2ാം സ്ഥാനവുമാണുള്ളത്. ഇന്ത്യ വടക്കേ അർദ്ധഗോളത്തിൽ 8 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ് എന്നീ ഉത്തര അക്ഷാംശങ്ങൾക്കും 68 ഡിഗ്രി 7 മിനിറ്റ്, 97 ഡിഗ്രി 25 മിനിറ്റ് എന്നീ പൂർവ്വരേഖാംശങ്ങൾക്കും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. തെക്ക് വടക്ക് 2000 നാഴികയും കിഴക്കു പടിഞ്ഞാറ് 1850 നാഴികയും നീളം വരുന്ന ഭാരതത്തിൻ്റെ ആകെ വിസ്തീർണം 12,61,597 ചതുരശ്ര നാഴികയാണ്. അതിൻ്റെ സമുദ്രതീരം 3,535 നാഴികയും ബാക്കിയുള്ള അതിർത്തി 9,425 നാഴികയും നീണ്ടുകിടക്കുന്നു. പർവ്വതവും സമുദ്രവും ഇന്ത്യയെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുകയും ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ ഇടയിൽ അതിന് പ്രത്യേകമായ ഒരു വ്യക്തിത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഈ നില ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുറേയൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതിന് ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളുമായി സജീവ സമ്പർക്കം പുലർത്തുന്നതിന് അത് പ്രതിബന്ധമായിരുന്നിട്ടില്ല. ഭാരതത്തിൻ്റെ ചരിത്രഗതിയെ മറ്റ് രാഷ്ട്രങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടോ അത്രയോ അതിലധികം തന്നെയോ മറ്റ് രാഷ്ട്രങ്ങളുടെ ചരിത്രഗതിയെ സ്വാധീനിക്കുവാൻ ഭാരതത്തിനും സാധിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേക സ്ഥിതി പരിഗണിച്ച് ഭാരതത്തെ ഏഷ്യയിലെ ഇറ്റലി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ ആൽപ്സ് പർവ്വതനിരകൾക്കുള്ള സ്ഥാനമാണ് ഇന്ത്യയിൽ ഹിമാലയത്തിനുള്ളത്. ഇരു രാജ്യങ്ങളിലും വടക്ക് കിഴക്കൻ അതിർത്തിയേക്കാൾ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ ആക്രമണങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. ഇറ്റലിയിലെ പോ നദി പോലെ ഗംഗാനദി ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക പുരോഗതിയെ സഹായിച്ചിട്ടുണ്ട്. മധ്യധരണ്യാഴിയിൽ ഇറ്റലിക്കുള്ള അതേ സ്ഥാനം തന്നെയാണ് ഇന്ത്യാ സമുദ്രത്തിൽ ഇന്ത്യക്കുള്ളത്. രണ്ട് രാജ്യങ്ങളുടെയും സമുദ്രതീരങ്ങൾ തമ്മിലും സാമ്യമുണ്ട്. യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ വികാസത്തിൽ ഇറ്റലി വഹിച്ചിട്ടുള്ള നിർണായകമായ പങ്ക് ഏഷ്യൻ സംസ്കാരത്തിൻ്റെ വികാസത്തിൽ ഇന്ത്യയും നിർവഹിച്ചിട്ടുണ്ട്. ഭൂവിഭാഗങ്ങൾ. പ്രകൃതിലബ്ധമായ സവിശേഷതകൾ പരിഗണിച്ച് ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മൂന്നായി തിരിക്കാം. ഹിമാലയ പർവ്വതം ഉൾപ്പെട്ട പർവ്വത മേഖല, സിന്ധു ഗംഗാ സമതലം, ദക്ഷിണ ഉപദ്വീപ്. ധാരാളം പീഠഭൂമികളും താഴ്വരകളും ഉള്ള ആദ്യത്തെ ഭൂവിഭാഗം പ്രകൃതി രമണീയതയ്ക്കും ഫലഭൂയിഷ്ഠതയ്ക്കും കേൾവിപ്പെട്ട സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്നു. ലോകപ്രസിദ്ധമായ കാശ്മീർ കുളു താഴ്വരകൾ ഇതിൽ ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളും ഇവിടെയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ 3 പ്രധാന നദികളുടെയും തടങ്ങൾ ചേർന്നുണ്ടായതാണ് സിന്ധു ഗംഗാ സമതലം. ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. 1500 അടി മുതൽ 4000 അടി വരെ ഉയരമുള്ള അനേകം പർവ്വതനിരകൾ തെക്കേ അർദ്ധദ്വീപിനെ സിന്ധു ഗംഗാ സമതലത്തിൽ നിന്നും വേർതിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ ആരവല്ലി, വിന്ധ്യൻ, സത്പുര, അജന്ത എന്നിവയാണ്. ഈ അർദ്ധദ്വീപിൻ്റെ ഇരു പാർശ്വങ്ങളിലും പൂർവ്വ പശ്ചിമ ഘട്ടങ്ങളാൽ സംരക്ഷിതമാകപ്പെട്ടിരിക്കുന്നു.
പശ്ചിമഘട്ടത്തിന്റെയും അറബിക്കടലിന്റെയും ഇടയ്ക്ക് കിടക്കുന്ന തീരപ്രദേശം ഇടുങ്ങിയതും പൂർവ്വഘട്ടങ്ങളുടെയും ബംഗാൾ ഉൾക്കടലിന്റെയും ഇടയിലുള്ള തീരപ്രദേശം താരതമ്യേന വീതി കൂടിയതുമാകുന്നു. പൂർവ്വ പശ്ചിമഘട്ടങ്ങൾ ഒന്നിച്ചു ചേരുന്ന നീലഗിരി മലകളാണ് ദക്ഷിണ പീഠഭൂമിയുടെ തെക്കേ അറ്റം കുറിക്കുന്നത്. അതിനുമപ്പുറം കിടക്കുന്ന ഏലമലകളെ പശ്ചിമഘട്ടത്തിന്റെ ഒരു തുടർച്ചയായി കണക്കാക്കാം. പർവ്വതങ്ങളും മലകളും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളെയും മലകളെയും പറ്റി നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇന്ത്യാ ചരിത്രത്തിൽ അവ വഹിച്ചിട്ടുള്ള പങ്ക് വിധി നിർണായകമാണ്. ഹിമാലയ പർവ്വതം പ്രാചീന കാലം മുതൽക്ക് തന്നെ പ്രകൃതിജന്യമായ ഒരു കോട്ട എന്ന പോലെ ഇന്ത്യയുടെ വടക്കേ അതിർത്തി കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. പക്ഷേ കൈബർ, ബോളൻ മുതലായ ചുരങ്ങൾ വഴി വടക്കു പടിഞ്ഞാറൻ അതിർത്തി കടന്നുള്ള നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുത വിസ്മരിക്കാനാവുന്നതല്ല. ഏതായാലും ഹിമാലയൻ പർവ്വതനിരകൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകത നൽകുന്നു. ഭാരതത്തിലെ പ്രധാന നദികളായ ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര എന്നിവയും അവയുടെ പോഷക നദികളും ഈ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയുടെ സാമൂഹിക ഘടനയ്ക്കും സാംസ്കാരിക ജീവിതത്തിനും തുടർച്ചയായ അസ്തിത്വം നൽകിയത് ഈ പർവ്വത നിരകളാണ്. ഉത്തരേന്ത്യയുടെ കാലാവസ്ഥയെ പൊതുവായും കാറ്റുകളുടെ ഗതിയെ പ്രത്യേകിച്ചും നിയന്ത്രിക്കുന്നത് ഇവ തന്നെയാണ്. തലമുറകളായി പറഞ്ഞു കേട്ടുവരുന്ന ഐതിഹ്യങ്ങളിലും പ്രാചീനകാലം മുതൽക്കുള്ള സാഹിത്യകൃതികളിലും ഹിമാലയം നിറഞ്ഞു നിൽക്കുന്നു. ഹിമാലയ നിരകളുടെ പ്രകൃതി രമണീയത അനേകം ഭാരതീയ കവികൾക്കും പണ്ഡിതന്മാർക്കും പ്രാചീനകാലം മുതൽക്ക് തന്നെ തങ്ങളുടെ സാഹിത്യകൃതികൾ രചിക്കുന്നതിന് ഇതിവൃത്തങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. വിന്ധ്യാപർവ്വതം ഡെക്കാൻ പീഠഭൂമിയെ ഉത്തരേന്ത്യയിൽ നിന്നും വേർതിരിക്കുകയും ഈ രണ്ട് ഭൂവിഭാഗങ്ങൾ തമ്മിലുള്ള സ്വതന്ത്രമായ സമ്പർക്കങ്ങൾക്ക് കുറെയൊക്കെ വിഘാതം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതേ കാരണത്താൽ ഉത്തരേന്ത്യയിലെ സാമ്രാജ്യ ശക്തികൾക്കും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും ദക്ഷിണേന്ത്യയെ അവയുടെ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാൻ കാലതാമസം നേരിട്ടു. ഇതിനു പുറമെ ഉത്തരേന്ത്യയുടേതിൽ നിന്നു തന്നെ വിഭിന്നമായ രാഷ്ട്രീയ ഘടനയും ജീവിത രീതിയും സാമൂഹ്യ സ്ഥാപനങ്ങളും പടുത്തുയർത്തുവാൻ ദക്ഷിണേന്ത്യക്ക് സാധിച്ചു. പശ്ചിമ പൂർവ്വഘട്ടങ്ങളും ദക്ഷിണേന്ത്യയുടെ ചരിത്രഗതിയെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കിഴക്കേ അതിർത്തി കാത്തുസൂക്ഷിച്ചുകൊണ്ട് പശ്ചിമഘട്ടം കേരളീയ ജനതയെ ശതാബ്ദങ്ങളായി സുരക്ഷിത ജീവിതം നയിക്കാൻ സഹായിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും പ്രാദേശിക ഭദ്രതയും കാത്തുസൂക്ഷിക്കുന്നതിൽ പശ്ചിമഘട്ടം പ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സമുദ്രതീരത്ത് വന്നിറങ്ങിയ പോർച്ചുഗീസുകാർക്ക് ഉൾപ്രദേശവുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഈ പർവ്വതനിര ഒരു പ്രതിബന്ധമായി നിലനിൽക്കുകയും ഇന്ത്യയിൽ ഒരു സ്ഥിരമായ സാമ്രാജ്യം സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതേസമയം കിഴക്കൻ തീരത്ത് വന്നിറങ്ങിയ ഇംഗ്ലീഷുകാരുടെ നില പോർച്ചുഗീസുകാരുടേതിനേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. അവർക്ക് ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ സാധിച്ചു എന്നുമുള്ള വസ്തുത സ്മരണീയമാണ്. നദികൾ. ഇന്ത്യയിലെ നദികളെ നാലായി തരംതിരിക്കാം. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ഡെക്കാൻ നദികൾ, തീരപ്രദേശ നദികൾ, ഉൾനാടൻ നദികൾ. മഞ്ഞുരുകി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ആണ്ടു മുഴുവനും വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വർഷകാലത്ത് ഇവയിൽ വെള്ളപ്പൊക്കമുണ്ടാവുക സാധാരണമാണ്. ഡെക്കാനിലെ നദികളിലെ ജലസമ്പത്ത് മഴയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവയിലെ ജലനിരപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അതിനാൽ ഈ നദികൾ മിക്കവയും ആണ്ടു മുഴുവൻ ഒഴുക്കുള്ളവയില്ല. തീരപ്രദേശ നദികൾ അധികവും നീളം കുറഞ്ഞതും വേനൽക്കാലത്ത് വറ്റിപ്പോകുന്നതും ആകുന്നു. ഉൾനാടൻ നദികൾ താരതമ്യേന എണ്ണത്തിൽ കുറവാണ്. ഉള്ളവ തന്നെ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തവയായിത്തീരുന്നു. നദികൾ ഇന്ത്യയുടെ ചരിത്രത്തിലും സാംസ്കാരിക വികാസങ്ങളിലും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഭാരതത്തിലെ പ്രാചീന സംസ്കാരങ്ങളെല്ലാം തന്നെ നദീതീരങ്ങളിലാണ് ഉടലെടുത്തിട്ടുള്ളത്. സിന്ധു നദീതടത്തെ ഭാരത സംസ്കാരത്തിന്റെ ഉറവിടമായി എന്നും കരുതിപ്പോരുന്നു. ഇന്ത്യ എന്ന പേര് തന്നെ സിന്ധു നദിയുടെ പേരിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണത്രേ. ഗംഗാനദി ഭാരതീയ ജനതയുടെ ചരിത്രത്തിലും സാംസ്കാരിക ജീവിതത്തിലും നിഴലിച്ചു നിൽക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫലഭൂയിഷ്ഠമായ ഗംഗാ നദീതീരം
ഇന്ത്യയുടെ നദീതടങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ്. ഇന്ത്യയുടെ ആകെയുള്ള ഭൂവിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യമുന പ്രയാഗിൽ വെച്ച് ഗംഗയുമായി കൂടിച്ചേരുന്നു. ഇന്ത്യയുടെ ഭൂവിഭാഗത്തിന്റെ 10% ഉൾക്കൊള്ളുന്ന ഗോദാവരി തടം രണ്ടാം സ്ഥാനം അർഹിക്കുന്നു. കിഴക്കുള്ള ബ്രഹ്മപുത്ര നദീതടത്തിനും പടിഞ്ഞാറുള്ള സിന്ധു നദീതടത്തിനും ഏകദേശം ഇതേ വലിപ്പം തന്നെയാണുള്ളത്. മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, പെണ്ണാർ മുതലായവയാണ് മറ്റ് പ്രധാന നദികൾ. ആധുനിക കാലത്ത് ഈ നദികളെ ജലസേചന പദ്ധതികളും ജലവൈദ്യുത പദ്ധതികളും വഴി കൂടുതൽ മനുഷ്യ സേവനക്ഷമങ്ങളായി തീർക്കുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചരിത്രം നദികളുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കുന്നു. സമുദ്രതീരം ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിപ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള മറ്റൊരു ഘടകമാണ് സമുദ്രതീരം. 3500 നാഴികയിൽ പരം നീളം വരുന്ന ഈ സമുദ്രതീരം വിദേശാക്രമണകാരികളെ പലപ്പോഴും പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് ആക്രമണങ്ങൾക്കും ഇത് വഴിതെളിച്ചു. താരതമ്യേന ഇടവിടാതെയുള്ള ഈ സമുദ്രതീരത്ത് വൻകിട തുറമുഖങ്ങൾ കുറവാണ്. എങ്കിലും ഉള്ളവ പുരാതന കാലം മുതൽക്ക് തന്നെ വിദേശ രാജ്യങ്ങളുമായി വാണിജ്യബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു. പ്രാചീന ഭാരതീയ സംസ്കാരം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളിലേക്കും ക്രിസ്തുമതം, ഇസ്ലാം മതം, യഹൂദമതം മുതലായ ലോകമതങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതും സമുദ്രം വഴിയാണ്. ദക്ഷിണേന്ത്യക്ക് അതിൻ്റെതായ ഒരു നാവിക പാരമ്പര്യം നേടിക്കൊടുക്കുന്നതിലും ഇത് പര്യാപ്തമായിട്ടുണ്ട്. കാലാവസ്ഥയും മറ്റും ഒരു രാജ്യത്തിന്റെ കാലാവസ്ഥ അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവത്തിലും സമ്പദ് വ്യവസ്ഥയിലും അങ്ങേയറ്റം സ്വാധീനം ചെലുത്തുന്നു. കാലാവസ്ഥയെ പൊതുവെ 4 ഘടകങ്ങളായി തിരിക്കാം. 1. ശൈത്യകാലം, ഡിസംബർ മാർച്ച്. 2. വേനൽക്കാലം, ഏപ്രിൽ മെയ്. 3. വർഷകാലം, ജൂൺ സെപ്റ്റംബർ. 4. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങുന്ന കാലം, ഒക്ടോബർ നവംബർ. വർഷപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 4 പ്രധാന മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. ആസാമും തിരുവനന്തപുരം മുതൽ ബോംബെ വരെയുള്ള പശ്ചിമ തീരവും സമൃദ്ധമായി മഴ പെയ്യുന്ന മേഖലയിലാണ്. രാജസ്ഥാൻ മരുഭൂമിയും ലഡാക്ക് പീഠഭൂമിയും മഴ തീരെയില്ലാത്ത പ്രദേശങ്ങളിലാണ്. ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങൾ ക്രമമായോ അല്പമായോ മഴയുള്ള മേഖലയിൽ ഉൾപ്പെടുന്നു. തെക്കേ അർദ്ധദ്വീപിന്റെ കിഴക്കേ തീരം ആദ്യത്തെ മേഖലയിലും പഞ്ചാബ് സമതലം മുതൽ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം വരെ നീണ്ടുകിടക്കുന്ന ഭൂപ്രദേശം രണ്ടാമത്തെ മേഖലയിലും സ്ഥിതി ചെയ്യുന്നു. വർഷപാതത്തിന്റെ അനിശ്ചിതത്വം കാരണം ജലസേചന പദ്ധതികൾക്ക് ഇന്ത്യയിൽ എക്കാലത്തും പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചു പോന്നിട്ടുണ്ട്. കാലാവസ്ഥയിലുള്ള ഈ വൈവിധ്യം ജനജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിലും പ്രതിഫലിച്ച് കാണാം. ഇന്ത്യയുടെ കാർഷിക വിളവുകളുടെ കാര്യത്തിൽ കാണുന്ന വ്യത്യാസവും ഇതിൽ നിന്നുളവായിട്ടുള്ളതാണ്. പ്രകൃതി സമ്പത്ത് ഇന്ത്യയുടെ പ്രകൃതിദത്തമായ വിഭവ സമ്പത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചരിത്രഗതിയെ വ്യക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. പാറ തുടങ്ങിയ വിവിധതരം കല്ലുകൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സുലഭമായിരുന്നു. ക്ഷേത്രങ്ങളും കൽപ്രതിമകളും നിർമ്മിക്കുന്നതിന് ഇത് സഹായകമായി. ദക്ഷിണേന്ത്യയിലും ഒറീസയിലും നിന്ന് ലഭിച്ചിരുന്ന വിലയേറിയ രത്നക്കല്ലുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ പ്രിയമായിരുന്നതിനാൽ അവ ധാരാളം കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഇത് സഹായകമായി. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങൾ പ്രാചീന കാലത്ത് തന്നെ ചെമ്പ് നിക്ഷേപങ്ങൾക്ക് പ്രശസ്തി ആർജിച്ചിരുന്നു. ചെമ്പായിരുന്നു ആദ്യം ഉപയോഗിക്കപ്പെട്ട ലോഹം എന്ന് പ്രത്യേകം പ്രസ്താവ്യമാണ്. ചെമ്പിന് ദിവ്യത്വം കൽപ്പിച്ചിരുന്നതിനാൽ അത് മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നു. ചെമ്പും തകരവും ചേർന്ന ലോഹസങ്കരമാണ് വെള്ളോട്. തകരം ഇന്ത്യയിൽ സുലഭമായി ലഭ്യമല്ലാത്തതിനാൽ ഇവിടെ ഒരു യഥാർത്ഥ വെങ്കലയുഗത്തിന്റെ അഭാവം കാണാം. ബീഹാർ, മധ്യപ്രദേശ്, കർണാടകം എന്നിങ്ങനെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇരുമ്പയിർ ലഭിച്ചിരുന്നു. ഇരുമ്പ് കണ്ടുപിടിച്ചതിനെ തുടർന്ന് പ്രാചീന ഇന്ത്യയിൽ ഈ ലോഹം വിപുലമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക വികാസത്തെ ത്വരിതപ്പെടുത്തി. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കാർഷികോപകരണങ്ങൾ ഉപയോഗിച്ച് കാടുകൾ വെട്ടിത്തെളിച്ച് കൂടുതൽ ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കി. രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ വികാസത്തിന് ഇത് സഹായകമായി. ഇരുമ്പ് ഉപയോഗിച്ചുള്ള യുദ്ധസാമഗ്രികൾ നിർമ്മിച്ചതോടെ രാഷ്ട്രീയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. പ്രാചീന കാലത്ത് മഗധത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇരുമ്പ് ധാരാളമായി ലഭിച്ചിരുന്നു.
മറ്റ് അയൽരാജ്യങ്ങളുമായി രാഷ്ട്രീയ ആധിപത്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ മഗധത്തിന്റെ വിജയം സുനിശ്ചിതമാക്കിയത് ഈ ഘടകമാണ്. BC 6-ാം ശതാബ്ദം മുതൽ BC 4-ാം ശതാബ്ദം വരെയുള്ള കാലഘട്ടത്തിൽ മഗധ സാമ്രാജ്യം സ്ഥാപിതമായത് ഈ പശ്ചാത്തലത്തിലാണ്. ഭൂമിശാസ്ത്രപരമായ ഐക്യം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ഐക്യവും പ്രത്യേകതകളും ഭാരതീയ ജനതയുടെ രാഷ്ട്രീയ ഐക്യത്തെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ഈ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥരിലും ദേശീയമായി ഐക്യബോധം ഉളവാക്കുവാൻ ഇത് സഹായിച്ചു. ഈ ഐക്യബോധമാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയെ ഒരേ ഒരു രാഷ്ട്രം, ഭാരതവർഷം എന്ന നിലയിൽ കാണുവാനും രാജ്യം മുഴുവൻ ഒരേ ഒരു രാഷ്ട്രീയ ശക്തിയുടെ കീഴിൽ കൊണ്ടുവരാനും രാജ്യതന്ത്രജ്ഞന്മാരെ പ്രേരിപ്പിച്ചത്. ഇതിനും പുറമെ ഭൂമിശാസ്ത്രപരമായ ഇന്ത്യയുടെ പ്രത്യേകത ഇവിടുത്തെ ജനതയ്ക്കും അവരുടെ ജീവിത രീതിക്കും വൈവിധ്യവും വർണ്ണപ്പകിട്ടും നൽകുവാൻ സഹായകമായി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരും വിവിധ മതവിശ്വാസികളും ആകുന്നു. നരവിഭാഗങ്ങളുടെ ഒരു കാഴ്ച ബംഗ്ലാവ് എന്നാണ് ചരിത്രകാരന്മാർ ഇന്ത്യയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത്രയെല്ലാം വൈവിധ്യങ്ങളുണ്ടെങ്കിലും ഭാരതീയ ജനതയുടെ സംസ്കാരത്തിലും ജീവിത രീതിയിലും ഏകത്വം നിഴലിച്ചു കാണാം. നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സവിശേഷത തന്നെയാണ്. ഇതിനു മുഖ്യ കാരണം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ഐക്യമല്ലാതെ മറ്റൊന്നുമല്ല.